ഹായ് ഓൾ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബോഡി ക്യാവിറ്റീസ് ആൻഡ് മെംബ്രെയിൻസ് ആണ്. ഹ്യൂമൻ അനാട്ടമിയുടെ ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കിലെ ബോഡി ക്യാവിറ്റീസ് ആൻഡ് മെംബ്രെയിൻസ് ആണ് കവർ ചെയ്യുന്നത്. എന്താണ് ബോഡി ക്യാവിറ്റീസ്? ബോഡി ക്യാവിറ്റീസ് ആർ ഇൻറ്റേർണൽ സ്പേസസ്. എന്താണ് ബോഡി ക്യാവിറ്റീസ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഇൻറ്റേർണൽ സ്പേസസ് വിത്തിൻ ദ ബോഡി. എന്താണ് നമ്മുടെ ബോഡിക്കുള്ളിലുള്ള ഇൻറ്റേർണൽ സ്പേസസിനെയാണ് ബോഡി ക്യാവിറ്റീസ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു? ദാറ്റ് ഹൗസ് ആൻഡ് പ്രൊട്ടക്റ്റ് ഓർഗൻസ്. അതിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു? ഓർഗൻസ് കാണപ്പെടുന്നു. ഈ ക്യാവിറ്റീസിനുള്ളിൽ ആ ഓർഗൻസ് സേഫ് ആയിട്ടിരിക്കുകയാണ്. എന്താണ് ഈ ക്യാവിറ്റീസ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും കൂടി ചെയ്യുന്നു. അപ്പം ബോഡി ക്യാവിറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്? ബോഡി ക്യാവിറ്റീസ് ആർ ഇൻറ്റേർണൽ സ്പേസസ് വിത്തിൻ ദ ബോഡി ദാറ്റ് ഹൗസ് ആൻഡ് പ്രൊട്ടക്റ്റ് ഓർഗൻസ്. അതെന്ത് ചെയ്യുന്നു? ദാറ്റ് ഹൗസ് ആൻഡ് പ്രൊട്ടക്റ്റ് ഓർഗൻസ്. ഓർഗൻസിന് എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, then these cavities are lined by various membranes. ഈ ക്യാവിറ്റീസിനെ ലൈൻ ചെയ്ത് എന്തുണ്ട്? വേരിയസ് മെംബ്രെയിൻസ് ഉണ്ട്. എന്തുണ്ട്? വേരിയസ് മെംബ്രെയിൻസ് ഉണ്ട് വിച്ച് പ്ലേ ക്രൂഷ്യൽ റോൾസ് ഇൻ ദെയർ ഫങ്ഷൻസ്. അതിന് എന്തുണ്ട്? ഒരു ക്രൂഷ്യൽ റോൾ ഉണ്ട്, അല്ലേ? ഫങ്ഷൻ ഉണ്ട്. അതിന് എന്തുണ്ട്? ആ ലൈൻഡ് ചെയ്ത് ക്യാവിറ്റീസിനെ ലൈൻഡ് ചെയ്ത് കിടക്കുന്ന മെംബ്രെയിൻസിന് എന്തുണ്ട്? ഫങ്ഷൻസും ഉണ്ട്. അപ്പോൾ ബോഡി ക്യാവിറ്റീസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ബോഡി ക്യാവിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ, അതായത് ഹ്യൂമൻ ബോഡിയുടെ ഇടയിൽ കാണപ്പെടുന്ന സ്പേസസ് കണ്ടില്ലേ? ഇപ്പോൾ ഈ റിബ്സിനിടയിൽ എന്തുണ്ട്? സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റൊമക്കിൻ്റെ റീജിയൻ കണ്ടോ? അബ്ഡോമൻ റീജിയനിലും എന്തുണ്ട്? സ്പേസസ് ഉണ്ട്. ബാക്ക് സൈഡിൽ ബ്രെയിനിനുള്ളിൽ സ്പേസസ് ഉണ്ട്, അതായത് സ്കൾ ബോണിനുള്ളിൽ സ്പേസസ് ഉണ്ട്. അതുപോലെ നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിനുള്ളിലും എന്തുണ്ട്? ക്യാവിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്താണ്? നമ്മുടെ മനുഷ്യ ശരീരത്തിനുള്ളിൽ അകത്ത് കാണപ്പെടുന്ന അറകളാണ് ക്യാവിറ്റീസ്, ബോഡി ക്യാവിറ്റീസ് എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ കാണപ്പെടുന്ന അറകൾ, ക്യാവിറ്റീസാണ് ബോഡി ക്യാവിറ്റീസ്. അതിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു? ഇൻറ്റേർണൽ ഓർഗൻസ് പ്രസൻസ് ആണ്. എന്താണ്? ഇതിനുള്ളിൽ എന്തുണ്ട്? ഇൻറ്റേർണൽ ഓർഗൻസ് കാണപ്പെടുന്നു. അപ്പം ബോഡി ക്യാവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് നോക്കാം. എന്താണ് ബോഡി ക്യാവിറ്റീസ്? അത് തരം തിരിച്ചിട്ടുണ്ട്. ബോഡി ക്യാവിറ്റീസിനെ തരം തിരിച്ചിട്ടുണ്ട്. എത്രയൊക്കെയായിട്ട്? ഒന്ന് ഡോർസൽ ക്യാവിറ്റി എന്നും, എന്താണ്? ഡോർസൽ ക്യാവിറ്റി എന്നും, മറ്റൊന്ന് എന്താണ്? വെൻട്രൽ ക്യാവിറ്റി. നമ്മൾ ഡോർസൽ എന്ന വേർഡിൻ്റെ അർത്ഥം അറിയത്തില്ലേ? ദ മെഡിക്കൽ ടേം ഈസ് യൂസ്ഡ് ഫോർ ദ മീനിങ് എന്താണ്? അതിൻ്റെ ബാക്ക് സൈഡ്. എന്താണ്? ഡോർസൽ മീൻസ് ബാക്ക് സൈഡ്. നമ്മുടെ ശരീരത്തിൻ്റെ ബാക്ക് സൈഡിൽ കാണപ്പെടുന്ന ക്യാവിറ്റിയാണ് ഡോർസൽ ക്യാവിറ്റി. വെൻട്രൽ ക്യാവിറ്റി, ആൻറ്റീരിയർ ഓർ വെൻട്രൽ, അല്ലേ? എന്താണ് ആൻറ്റീരിയർ ഓർ വെൻട്രലിൻ്റെ മീനിങ്? എന്താണ്? ഫ്രണ്ട്, അല്ലേ? ഫ്രണ്ട് സൈഡിലെ ക്യാവിറ്റിയാണ് വെൻട്രൽ ക്യാവിറ്റി. വെൻട്രൽ ക്യാവിറ്റി ഈസ് ദ മേജർ ക്യാവിറ്റി. വെൻട്രൽ ക്യാവിറ്റിയാണ് മേജർ ക്യാവിറ്റി, കേട്ടോ. അപ്പം ബോഡി ക്യാവിറ്റീസിനെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ? ഡോർസൽ ക്യാവിറ്റി എന്നും വെൻട്രൽ ക്യാവിറ്റി എന്നും. അതൊന്നും കൂടെ നോക്കിക്കേ. ഈ ഫ്രണ്ട് സൈഡിൽ കാണപ്പെടുന്ന ക്യാവിറ്റി വെൻട്രൽ ക്യാവിറ്റി എന്നും, ഇവിടെ കാണപ്പെടുന്ന ക്യാവിറ്റി വെൻട്രൽ ക്യാവിറ്റി എന്നും, ഈ ബാക്ക് സൈഡിൽ കാണപ്പെടുന്ന ക്യാവിറ്റി എന്താണ്? ഡോർസൽ ക്യാവിറ്റി എന്നും വിളിക്കുന്നു, കേട്ടോ. തരം തിരിച്ചിട്ടുണ്ട്. അതിന് ക്യാവിറ്റീസിനെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെ? ഡോർസൽ ക്യാവിറ്റി എന്നും വെൻട്രൽ ക്യാവിറ്റി എന്നും തരം തിരിച്ചിട്ടുണ്ടല്ലോ. ഡോർസൽ ക്യാവിറ്റി കണ്ടെയ്ൻസ് ദ ബ്രെയിൻ. ഇതാണ് ഡോർസൽ ക്യാവിറ്റി. കണ്ടോ? നമ്മുടെ സ്കള്ളും വെർട്ടിബ്രൽ കോളം. എന്താണ്? ഡോർസൽ ക്യാവിറ്റി വീണ്ടും രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡോർസൽ ക്യാവിറ്റി ഈസ് സബ്ഡിവൈഡഡ് ഇൻറ്റു ക്രേനിയൽ ക്യാവിറ്റി ആൻഡ് സ്പൈനൽ ക്യാവിറ്റി. എന്തൊക്കെയായിട്ട് സബ്ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ഡോർസൽ ക്യാവിറ്റി, നമ്മുടെ ബാക്ക് സൈഡ്, ബോഡിയുടെ ബാക്ക് സൈഡിലെ ക്യാവിറ്റിയെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ക്രേനിയൽ ക്യാവിറ്റി എന്നും സ്പൈനൽ ക്യാവിറ്റി എന്നും. അപ്പോൾ അത് നോക്കാം. ഈ കാണുന്നതാണ്, ഈ ബാക്ക് സൈഡിൽ കാണപ്പെടുന്നതാണ് എന്ത്? ശ്രദ്ധിച്ച് നോക്കിയേ. ഈ ബാക്ക് സൈഡിൽ കാണുന്ന ക്യാവിറ്റിയാണ് എന്ത്? ഡോർസൽ ക്യാവിറ്റി. എന്താണ്? ബാക്ക് സൈഡ് ക്യാവിറ്റി ഈസ് ഡോർസൽ ക്യാവിറ്റി. ഈ കാണുന്നതാണ് ഡോർസൽ ക്യാവിറ്റി. ഡോർസൽ ക്യാവിറ്റിയെ നമ്മൾ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെ? ക്രേനിയൽ. എന്താണ്? ക്രേനിയൽ ക്യാവിറ്റി മീൻസ് ക്രേനിയം മീൻസ് ബ്രെയിൻ. അപ്പം ക്രേനിയൽ ക്യാവിറ്റിയിൽ ഏത് ഓർഗനാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ബ്രെയിൻ. ഏത് ഓർഗനാണ്? ബ്രെയിൻ ആണ് ക്രേനിയൽ ക്യാവിറ്റിയിൽ സിറ്റുവേറ്റ്
ചെയ്യുന്നത്. ദെൻ വെൻട്രൽ ക്യാവിറ്റി, ക്രേനിയൽ ക്യാവിറ്റി കഴിഞ്ഞാൽ വെൻട്രൽ അല്ല, വെർട്ടിബ്രൽ ക്യാവിറ്റി. എന്താണ്? ഡോർസൽ ക്യാവിറ്റി ഈസ് സബ്ഡിവൈഡഡ് ഇൻറ്റു ക്രേനിയൽ ക്യാവിറ്റി ആൻഡ് ദ വെർട്ടിബ്രൽ ക്യാവിറ്റി. Cranial cavity contains the brain and the vertebral cavity contains the spinal cord. എന്താണ്? സ്പൈനൽ കോഡ്, സുഷുമ്ന നാഡി. അപ്പം നമ്മളുടെ ബോഡി ക്യാവിറ്റീസിനെ രണ്ട് ആയിട്ട് പുറകിലത്തെ ക്യാവിറ്റി എന്നും മുന്നിലത്തെ ക്യാവിറ്റി എന്നും, അതായത് ബാക്ക് സൈഡ് ക്യാവിറ്റി എന്നും ഫ്രണ്ട് സൈഡ് ക്യാവിറ്റി എന്നും രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡോർസൽ ക്യാവിറ്റി എന്നും വെൻട്രൽ ക്യാവിറ്റി എന്നും തരം തിരിച്ചിട്ടുണ്ട്. ഈ ഡോർസൽ ക്യാവിറ്റി വീണ്ടും രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ക്രേനിയൽ ക്യാവിറ്റി എന്നും വെർട്ടിബ്രൽ ക്യാവിറ്റി എന്നും രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രേനിയൽ ക്യാവിറ്റി, ഇത് രണ്ടും കണ്ടിന്യൂഷനാണ് കേട്ടോ. ബ്രെയിൻ, ഈ ക്യാവിറ്റി എന്ന് പറയുന്നത് കണ്ടിന്യൂഷനാണ്, ബ്രെയിനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ക്രേനിയൽ ക്യാവിറ്റി കണ്ടെയ്ൻസ് എന്താണ്? ഏത് ഓർഗനാണ് അവിടെ എൻക്ലോസ് ചെയ്തേക്കുന്നത്? ബ്രെയിൻ. എന്താണ്? ക്രേനിയം മീൻസ് ബ്രെയിൻ. ആൻഡ് ദ വെർട്ടിബ്രൽ ഓർ സ്പൈനൽ ക്യാവിറ്റി എന്താണ്? വെർട്ടിബ്രൽ ഓർ സ്പൈനൽ ക്യാവിറ്റി കണ്ടെയ്ൻസ് ദ സ്പൈനൽ കോഡ്. അപ്പോൾ ഞാനൊന്ന് റബ്ബ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങളൊന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഈ ഡോർസൽ ക്യാവിറ്റി എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് കണ്ടോ. നമ്മളുടെ ബ്രെയിനും സ്പൈനൽ കോഡുമാണ് അതിനുള്ളിൽ കാണപ്പെടുന്നത്. എന്താണ്? ബ്രെയിനും സ്പൈനൽ കോഡും, അതായത് ക്രേനിയൽ ക്യാവിറ്റി. ഇതെന്താണ്? ക്രേനിയൽ ക്യാവിറ്റി. ഇതെന്താണ്? വെർട്ടിബ്രൽ ക്യാവിറ്റി. ഈ കാണുന്നതാണ് ക്രേനിയൽ ക്യാവിറ്റി. ക്രേനിയൽ ക്യാവിറ്റി ആൻഡ് ഈ കാണുന്നതാണ് എന്താണ്? അത് വെർട്ടിബ്രൽ ക്യാവിറ്റി. എന്താണ്? വെർട്ടിബ്രൽ ക്യാവിറ്റി, അല്ലെങ്കിൽ അതിനെ നമ്മൾ സ്പൈനൽ ക്യാവിറ്റി എന്ന് വിളിക്കും. സ്പൈനൽ കോഡ് കാണപ്പെടുന്ന ക്യാവിറ്റി സ്പൈനൽ ക്യാവിറ്റി. വെർട്ടിബ്രൽ കോളം അതായത് നമ്മുടെ നട്ടെല്ലിനുള്ളിലെ സ്പേസ് ആണ് അതല്ലേ. അപ്പം ഡോർസൽ ക്യാവിറ്റി രണ്ടായിട്ട് തരം തിരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ്? ക്രേനിയൽ ക്യാവിറ്റി എന്നും വെർട്ടിബ്രൽ ക്യാവിറ്റി എന്നും രണ്ടായിട്ട് തരം തിരിച്ചിരിക്കുന്നു. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പം എന്താ പറയുക, നമ്മുടെ ബോഡി ക്യാവിറ്റീസിനെ രണ്ടായിട്ട് തരം തിരിച്ചു. ഡോർസൽ ക്യാവിറ്റി എന്നും വെൻട്രൽ ക്യാവിറ്റി എന്നും. ഡോർസൽ ക്യാവിറ്റി വീണ്ടും തരം തിരിച്ചു. ക്രേനിയൽ ക്യാവിറ്റി എന്നും സ്പൈനൽ ക്യാവിറ്റി എന്നും, അല്ലെ വെർട്ടിബ്രൽ ക്യാവിറ്റി എന്നും. ക്രേനിയൽ ക്യാവിറ്റി കണ്ടെയ്ൻസ് ദ ബ്രെയിൻ ആൻഡ് ദ വെർട്ടിബ്രൽ ക്യാവിറ്റി കണ്ടെയ്ൻസ് ദ സ്പൈനൽ കോഡ്. ആൻഡ് ദെൻ കം ടു ദ വെൻട്രൽ ക്യാവിറ്റി. വെൻട്രൽ ക്യാവിറ്റി വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ? തൊറാസിക് ക്യാവിറ്റി എന്നും അബ്ഡോമിനോ പെൽവിക് ക്യാവിറ്റി എന്നും തരം തിരിച്ചിരിക്കുന്നു. എന്തൊക്കെ? തൊറാസിക് ക്യാവിറ്റി എന്നും അബ്ഡോമിനോ പെൽവിക് ക്യാവിറ്റി എന്നും വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അത് നമുക്കൊന്നും കൂടെ കാണിച്ചു തരാം ഞാനത്. നമ്മളുടെ ഫ്രണ്ട് സൈഡ്, അതായത് വെൻട്രൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയുടെ ഫ്രണ്ട് സൈഡിലെ ക്യാവിറ്റിയാണ്. എന്താണ്? അതായത് ആൻറ്റീരിയർ പോർഷനിലെ ക്യാവിറ്റിയാണ് വെൻട്രൽ ക്യാവിറ്റി. നമ്മുടെ ബോഡിയുടെ ഫ്രണ്ട് സൈഡിലെ ക്യാവിറ്റി വെൻട്രൽ ക്യാവിറ്റി. അതിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ? വെൻട്രൽ ക്യാവിറ്റി ഈസ് സബ് ഡിവൈഡഡ് ഇൻറ്റു തൊറാസിക് ക്യാവിറ്റി ആൻഡ് ദ അബ്ഡോമിനോ പെൽവിക് ക്യാവിറ്റി. ഈ കാണുന്നതാണ് തൊറാസിക് ക്യാവിറ്റി. എന്താണ്? thoracic cavity, and this is the abdomino pelvic cavity. എന്താണ്? pelvic cavity. അപ്പം മറന്നു പോകരുത്. എന്താണ്? നമ്മുടെ ഫ്രണ്ട് സൈഡ് വെൻട്രൽ ക്യാവിറ്റീസിനെ രണ്ടായിട്ട് തരം തിരിച്ചിരിക്കുന്നു. എന്തൊക്കെ? തൊറാസിക് ക്യാവിറ്റി എന്നും അബ്ഡോമിനോ പെൽവിക് ക്യാവിറ്റി എന്നും. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ എന്ത് പറഞ്ഞു? നമ്മളുടെ വെൻട്രൽ ക്യാവിറ്റി ഈസ് സബ് ഡിവൈഡഡ് ഇൻറ്റു ഏതൊക്കെ? തൊറാസിക് ക്യാവിറ്റി എന്നും അബ്ഡോമിനോ പെൽവിക് ക്യാവിറ്റി എന്നും രണ്ടായിട്ട് തരം തിരിച്ചു. ഇനി നമ്മൾ ഈ തൊറാസിക് ക്യാവിറ്റി, അവിടെ ഒരു മെയിൻ പോയിന്റും കൂടെ പറയാനുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഈ നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയെയും ഈ അബ്ഡോമിനോ പെൽവിക് ക്യാവിറ്റിയെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന പോർഷൻ ഏതാണ്? ഡയഫ്രം. ആ മസിൽ ഏതാണ്? ഡയഫ്രം. ഈ രണ്ട് ക്യാവിറ്റിയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ്? ഡയഫ്രം ഉണ്ട് കേട്ടോ. അത് ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടില്ലേ? ഇത് നമ്മുടെ ഈ മുകൾ വശത്തുള്ളത് നമ്മളുടെ തൊറാസിക് ക്യാവിറ്റിയും താഴെയുള്ളത് അബ്ഡോമിനൽ ക്യാവിറ്റിയുമാണ്. ഇതിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തെന്തുണ്ട്? ഈ കാണുന്ന മസിൽസ് കണ്ടോ? ഇതെന്താണ്? ഇത് നമ്മളുടെ ഡയഫ്രമാണ്. എന്താണിത്? ഡയഫ്രം. അപ്പോൾ തൊറാസിക് ക്യാവിറ്റിയെയും വെർട്ടിബ്രൽ ക്യാവിറ്റിയെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന പോർഷൻ ഏതാണ്? ഡയഫ്രം. എന്താണ്? ഡയഫ്രം. കേട്ടോ? അത് മറന്നു പോകരുതേ. ഇനി ഈ തൊറാസിക് ക്യാവിറ്റി വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. തൊറാസിക് ക്യാവിറ്റിയെ വീണ്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്?
സബ്ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തെന്നൊക്കെ? പ്ലൂറൽ ക്യാവിറ്റി എന്നും മെഡിസ്റ്റിനം, എന്താണ്? മെഡിസ്റ്റിനം അല്ലെങ്കിൽ പെരികാർഡിയൽ ക്യാവിറ്റി എന്നും വീണ്ടും ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. എന്താണ്? പ്ലൂറൽ ക്യാവിറ്റി എന്നും പെരികാർഡിയൽ ക്യാവിറ്റി എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാമേ. കണ്ടോ? അപ്പോൾ ഈ കാണുന്നത്, ഈ മുകളിൽ കാണപ്പെടുന്നതാണ് എന്ത്? തൊറാസിക് ക്യാവിറ്റി. ഈ റീജിയൻ ആണ് എന്ത്? തൊറാസിക് ക്യാവിറ്റിയുടെ റീജിയൻ വരുന്നത്. ഈ തൊറാസിക് ക്യാവിറ്റിയെ വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെ? പ്ലൂറൽ ക്യാവിറ്റി എന്നും പെരികാർഡിയൽ ക്യാവിറ്റി എന്നും. എന്താണ്? പെരികാർഡിയൽ ക്യാവിറ്റി എന്നും പ്ലൂറൽ ക്യാവിറ്റി എന്നും നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ പ്ലൂറൽ ക്യാവിറ്റി എന്നും നമ്മൾ ഇതിനെ തരംതിരിച്ചു. പെരികാർഡിയൽ ക്യാവിറ്റി എന്നും പ്ലൂറൽ ക്യാവിറ്റി എന്നും. പ്ലൂറൽ ക്യാവിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ലങ്സ് ആ പ്ലൂറൽ ക്യാവിറ്റിക്കുള്ളിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ലങ്സ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ പ്ലൂറൽ ക്യാവിറ്റി. എവിടെയാണ്? പ്ലൂറൽ ക്യാവിറ്റി. ഈ കാണപ്പെടുന്ന ക്യാവിറ്റിക്കുള്ളിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ലങ്സ് സ്ഥിതി ചെയ്യുന്നത്. ഈ നടുക്ക് കാണപ്പെടുന്ന മെഡിസ്റ്റിനത്തിൻ്റെ ഇൻഫീരിയർ പാർട്ടാണ് ഇത് കേട്ടോ. മെഡിസ്റ്റിനം എന്ന് പറഞ്ഞാൽ മിഡിൽ ഭാഗമാണ്. മിഡിൽ ഭാഗം, ആ മിഡിൽ ഭാഗത്തിൻ്റെ മുകൾ ഭാഗം മുകൾ ഭാഗം എന്ന് പറയുന്നത് സുപ്പീരിയർ പാർട്ടും, എന്താണ്? മുകൾ ഭാഗം എന്താണ്? അതിൻ്റെ സുപ്പീരിയർ പാർട്ടും മെഡിസ്റ്റിനം അല്ലേ, അതിൻ്റെ സുപ്പീരിയർ പാർട്ടും. അതിൻ്റെ ഈ കാണുന്ന ഇങ്ങോട്ട് താഴോട്ട് കാണുന്ന ഈ ഭാഗം അതിൻ്റെ ഇൻഫീരിയർ പാർട്ടുമാണ്. ഈ കാണപ്പെടുന്ന ഭാഗം അതിൻ്റെ ഇൻഫീരിയർ പാർട്ടുമാണ്. ആ ഇൻഫീരിയർ പാർട്ടിൽ പെരികാർഡിയൽ ക്യാവിറ്റി ഉണ്ട്. എന്തുണ്ട്? പെരികാർഡിയൽ ക്യാവിറ്റി. അതിനുള്ളിൽ ഏത് ഓർഗനാണ് കാണപ്പെടുന്നത്? ഹാർട്ട് സ്ഥിതി ചെയ്യുന്നു. എന്ത് സ്ഥിതി ചെയ്യുന്നു? അതിനുള്ളിൽ ഹാർട്ട് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ തൊറാസിക് ക്യാവിറ്റിയിൽ രണ്ട് ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. തൊറാസിക് ക്യാവിറ്റിയെ, അതിനുള്ളിൽ സ്പേസിനെ, അതായത് ഇൻറ്റേർണൽ സ്പേസിനെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയെന്നാണ് പറഞ്ഞത്? പ്ലൂറൽ ക്യാവിറ്റി എന്നും പെരികാർഡിയൽ. പെരി മീൻസ് അറൗണ്ട്. പെരികാർഡിയൽ, കാർഡിയൽ മീൻസ് ഹാർട്ട്, ഹാർട്ടിന് ചുറ്റും കാണപ്പെടുന്നത്. അപ്പോൾ പെരികാർഡിയൽ ക്യാവിറ്റി എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. തൊറാസിക് ക്യാവിറ്റിക്കുള്ളിൽ കാണപ്പെടുന്ന ഓർഗൻ ഏതൊക്കെയാണ് നോക്കിക്കേ. നമ്മളുടെ ഇരുവശങ്ങളിലുമായിട്ട്, അതായത് പ്ലൂറൽ ക്യാവിറ്റിക്കുള്ളിൽ ഇരുവശങ്ങളിലുമായിട്ട് ലങ്സ് കാണപ്പെടുന്നു. മെഡിസ്റ്റിനത്തിൻ്റെ ഇൻഫീരിയർ പാർട്ടിൽ എന്ത് കാണപ്പെടുന്നു? ഇവിടെ എന്താണ്? പെരികാർഡിയൽ ക്യാവിറ്റി. എന്താണിത്? പെരികാർഡിയൽ ക്യാവിറ്റിക്കുള്ളിൽ എന്ത് കാണപ്പെടുന്നു? ഹാർട്ട് കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ തൊറാസിക് ക്യാവിറ്റി രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയെന്നാണ് തരം തിരിച്ചേക്കുന്നത്? പ്ലൂറൽ ക്യാവിറ്റി കണ്ടെയ്ൻസ് ദ ലങ്സ് ആൻഡ് ദ പെരികാർഡിയൽ ക്യാവിറ്റി. പെരികാർഡിയൽ ക്യാവിറ്റിക്കുള്ളിൽ ഏത് ഓർഗനാണ് കാണപ്പെടുന്നത്? ഹാർട്ട് കാണപ്പെടുന്നു. അപ്പം നമ്മൾ എന്ത് പറഞ്ഞു? തൊറാസിക് ക്യാവിറ്റി സബ്ഡിവൈഡഡ് ഇൻറ്റു പ്ലൂറൽ ക്യാവിറ്റി എന്നും പെരികാർഡിയൽ, അതായത് മെഡിസ്റ്റിനത്തിൻ്റെ ഭാഗത്താണ് നടുവുക്കായിട്ട്, മെഡിസ്റ്റിനം അതായത് സ്റ്റേർണത്തിൻ്റെ ഭാഗത്തായിട്ട് മീഡിയൽ പാർട്ടിലായിട്ട് എന്ത് കാണപ്പെടുന്നു? പെരികാർഡിയൽ ക്യാവിറ്റി ഉണ്ട്. ആ പെരികാർഡിയൽ ക്യാവിറ്റി കണ്ടെയ്ൻസ് ദ ഹാർട്ട് ആൻഡ് ദ ഗ്രേറ്റ് വെസൽസ്. ഹാർട്ടിനുള്ളിൽ ഹാർട്ടും ബ്ലഡ് വെസൽസും ഗ്രേറ്റ് ബ്ലഡ് വെസൽസും കാണപ്പെടുന്നു. ദെൻ നമ്മൾ പറഞ്ഞ വെൻട്രൽ ക്യാവിറ്റി രണ്ടായിട്ട് തരം തിരിച്ചു. തൊറാസിക് ക്യാവിറ്റി എന്നും അബ്ഡോമിനോ പെൽവിക് ക്യാവിറ്റി എന്നും. തൊറാസിക് ക്യാവിറ്റി വീണ്ടും രണ്ടായിട്ട് തരം തിരിച്ചു എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ക്യാവിറ്റി എന്നും മെഡിസ്റ്റിനം അല്ലെങ്കിൽ പെരികാർഡിയൽ ക്യാവിറ്റി എന്നും വീണ്ടും രണ്ടായിട്ട് തരം തിരിച്ചു എന്ന് പറഞ്ഞു. ഇനിയും തൊറാസിക് ക്യാവിറ്റിയെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. കം ടു ദ അബ്ഡോമിനോ പെൽവിക് ക്യാവിറ്റി. അബ്ഡോമിനോ പെൽവിക് ക്യാവിറ്റിയെ വീണ്ടും തരം തിരിച്ചിട്ടുണ്ട്. അബ്ഡോമിനൽ ക്യാവിറ്റി എന്നും പെൽവിക് ക്യാവിറ്റി എന്നും. എന്താണ്? അബ്ഡോമിനൽ ക്യാവിറ്റി എന്നും പെൽവിക് ക്യാവിറ്റി എന്നും രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഈ അബ്ഡോമിനൽ ക്യാവിറ്റിക്കുള്ളിൽ കാണപ്പെടുന്നത് ഏതൊക്കെ ഓർഗനാണ്? ലിവർ, സ്റ്റൊമക്ക്, പാൻക്രിയാസ്, ഇൻറ്റസ്റ്റൈൻ ഒക്കെയാണ് എവിടെ കാണപ്പെടുന്നത്? അബ്ഡോമിനൽ ക്യാവിറ്റിക്കുള്ളിൽ കാണപ്പെടുന്നത്. പെൽവിക് ക്യാവിറ്റിക്കുള്ളിൽ ഏതൊക്കെ ഓർഗനാണ് കാണപ്പെടുന്നത്? ബ്ലാഡർ, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒക്കെയാണ് പെൽവിക് ക്യാവിറ്റിക്കുള്ളിൽ കാണപ്പെടുന്നത്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗമാണ് എന്ത്? അബ്ഡോമിനോ പെൽവിക് ക്യാവിറ്റി. അതിനെ വീണ്ടും രണ്ടായിട്ട് തരം തിരിച്ചു. അബ്ഡോമിനൽ ക്യാവിറ്റി എന്നും പെൽവിക് ക്യാവിറ്റി എന്നും. ഇതാണ് അബ്ഡോമിനൽ ക്യാവിറ്റി. ഇത് അബ്ഡോമിനൽ ക്യാവിറ്റി. ഇതിന് താഴെ കാണുന്ന ഈ ഒരു പോർഷൻ കണ്ടോ? ഇത്രയും എന്താണ്? പെൽവിക് ക്യാവിറ്റി. എന്താണ്? പെൽവിക് ക്യാവിറ്റി, അതായത് വയറിന് അടിവശത്തായിട്ട് സബ് റീജിയണിൽ കാണപ്പെടുന്ന ക്യാവിറ്റിയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് അബ്ഡോമിനോ പെൽവിക് ക്യാവിറ്റി. ഈ കാണിച്ചിരിക്കുന്നതാണ് അബ്ഡോമിനോ പെൽവിക് ക്യാവിറ്റി.
ഇവിടെ വരെയുള്ള അബ്ഡോമിൻ്റെ പോർഷൻ വരുന്നത്. എന്താണ്? ഇത്രയും അബ്ഡോമിനൽ ക്യാവിറ്റിയും ഈ താഴെ ഈ പെൽവിക് റീജിയനിൽ ഈ കാണുന്നത് പെൽവിക് ക്യാവിറ്റിയുമാണ്. ഈ കാണുന്നത് എന്താണ്? പെൽവിക് ക്യാവിറ്റിയുമാണ്. അബ്ഡോമിനൽ കാണപ്പെടുന്ന ഓർഗൻ ഏതൊക്കെയാണ്? ലിവറുണ്ട്, സ്റ്റൊമക്ക്, പാങ്ക്രിയാസ്, ഇൻഡസ്റ്റൈൻസ് ഒക്കെ എവിടെ കാണപ്പെടുന്നു? അബ്ഡോമിനൽ റീജിയണിൽ കാണപ്പെടുന്നു. പെൽവിക് റീജിയണിൽ നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈൻ്റെ സിഗമോയിഡ് കോളൻ, കണ്ടിന്യൂവേഷൻ റെക്റ്റം, റീപ്രൊഡക്റ്റീവ് ഓർഗൻ ദാറ്റ് ഈസ് ഇൻറ്റേർണൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, യൂട്രസ് ഒക്കെ. അപ്പം യൂട്രസ് ആൻഡ് ഇറ്റ്സ് പാർട്സ് കേട്ടോ. അപ്പോൾ ഇൻറ്റേർണൽ ഓർഗൻസ്, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആൻഡ് ബ്ലാഡർ ഒക്കെ എവിടെ കാണപ്പെടുന്നു? പെൽവിക് ക്യാവിറ്റിയിൽ കാണപ്പെടുന്നു. അപ്പം നമുക്ക് ഈ ചാർട്ട് ഒന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ ബോഡി ക്യാവിറ്റീസിനെ രണ്ടായിട്ട് തരം തിരിച്ചേക്കുന്നു. ഡോർസൽ ക്യാവിറ്റി എന്നും എന്തൊക്കെയാണ്? ഡോർസൽ ക്യാവിറ്റി എന്നും വെൻട്രൽ ക്യാവിറ്റി എന്നും രണ്ടായിട്ട് തരം തിരിച്ചിരിക്കുന്നു. നമ്മുടെ ഡോർസൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ക്യാവിറ്റി ഇൻ ദ ബാക്ക് സൈഡ് ഓഫ് ദ ബോഡി. നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ബാക്ക് സൈഡിൽ കാണപ്പെടുന്ന ക്യാവിറ്റിയാണ് എന്ത്? ഡോർസൽ ക്യാവിറ്റി. അപ്പം വെൻട്രൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ക്യാവിറ്റി ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ ബോഡി. നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഫ്രണ്ടിൽ കാണപ്പെടുന്ന എന്താണ്? ക്യാവിറ്റിയാണ് വെൻട്രൽ ക്യാവിറ്റി. ഇനി ഡോർസൽ ക്യാവിറ്റിയെ രണ്ടായിട്ട് തരം തിരിച്ചേക്കുന്നു. എന്തൊക്കെ? ക്രേനിയൽ ക്യാവിറ്റി എന്നും സ്പൈനൽ ക്യാവിറ്റി എന്നും. ക്രേനിയൽ ക്യാവിറ്റി കണ്ടെയ്ൻ ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ ക്യാവിറ്റി അല്ലെങ്കിൽ വെർട്ടിബ്രൽ ക്യാവിറ്റി കണ്ടെയ്ൻസ് ദ സ്പൈനൽ കോഡ് ആൻഡ് കം ടു ദ വെൻട്രൽ ക്യാവിറ്റി. വെൻട്രൽ ക്യാവിറ്റി വീണ്ടും അതായത് ബോഡിയുടെ ഫ്രണ്ട് സൈഡിലെ ക്യാവിറ്റി വീണ്ടും രണ്ടായിട്ട് തരം തിരിച്ചിരിക്കുന്നു. തൊറാസിക് ക്യാവിറ്റി എന്നും അബ്ഡോമിനോ പെൽവിക് ക്യാവിറ്റി എന്നും രണ്ടായിട്ട് തരം തിരിച്ചിരിക്കുന്നു. അപ്പോൾ തൊറാസിക് ക്യാവിറ്റിയെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തരം തിരിച്ചു. കാരണം തൊറാസിക് ക്യാവിറ്റിക്കുള്ളിൽ രണ്ട് മെയിൻ ഓർഗൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ലങ്സും മറ്റൊന്ന് ഹാർട്ടും. അപ്പം ഈ ലങ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? പ്ലൂറൽ ക്യാവിറ്റിയിലും. ഹാർട്ട് മെഡിസ്റ്റിനത്തിൻ്റെ, അതായത് മെഡിസ്റ്റിനം എന്ന് പറഞ്ഞാൽ മിഡിൽ പാർട്ട്, അതിൻ്റെ ഇൻഫീരിയർ പോർഷനായ പെരികാർഡിയൽ ക്യാവിറ്റിക്കുള്ളിലാണ് കാണപ്പെടുന്നത്. ഈ മെഡിസ്റ്റിനത്തിൽ എന്തൊക്കെ ഓർഗൻസ് ഉണ്ട്? ട്രക്കിയ, ഈസോഫാഗസ്, തൈമസ് ഗ്ലാൻസ് ഒക്കെ കാണപ്പെടുന്ന ഒരു റീജിയനാണ് ഈ മെഡിസ്റ്റിനം. അതിൻ്റെ ഇൻഫീരിയർ പോർഷനിൽ ഇപ്പോൾ dorsal cavity, ventral cavity. Dorsal cavity is subdivided into cranial cavity and spinal cavity. Then ventral cavity is divided into thoracic cavity, abdominopelvic cavity. Thoracic cavity വീണ്ടും സബ്ഡിവൈഡ് ചെയ്തേക്കുന്നു. എന്തൊക്കെ? പ്ലൂറൽ ക്യാവിറ്റി എന്നും പെരികാർഡിയൽ ക്യാവിറ്റി എന്നും. അബ്ഡോമിനോപെൽവിക് ക്യാവിറ്റി വീണ്ടും സബ്ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അബ്ഡോമിനൽ ക്യാവിറ്റി എന്നും പെൽവിക് ക്യാവിറ്റി എന്നും. ക്ലിയർ അല്ലേ? ദിസ് ഈസ് ദ എന്താ നമ്മൾ പറഞ്ഞത്? ഇതെന്താണെന്ന്? ഡോർസൽ ക്യാവിറ്റി, ബ്രെയിൻ എന്താണ്? ക്രേനിയം ആൻഡ് വെർട്ടിബ്രൽ ക്യാവിറ്റി. ഈ കാണുന്ന ഫ്രണ്ടൽ മേജർ ക്യാവിറ്റി എന്ന് പറയുന്നത് എന്താണ്? വെൻട്രൽ ക്യാവിറ്റി. വെൻട്രൽ ക്യാവിറ്റിയിൽ രണ്ട് ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട് വെൻട്രൽ ക്യാവിറ്റിയെ. ഏതൊക്കെ? ഈ കാണുന്നതാണ് വെൻട്രൽ ക്യാവിറ്റി. വെൻട്രൽ ക്യാവിറ്റിയെ വീണ്ടും സബ്ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ത്? തൊറാസിക് ക്യാവിറ്റി. ഈ പിങ്ക് കളറിൽ കാണപ്പെടുന്ന തൊറാസിക് ക്യാവിറ്റി എന്നും ഈ ബ്ലൂ കളറിൽ കാണുന്ന എന്താണ്? അബ്ഡോമിനൽ ക്യാവിറ്റി എന്ന്. ഇതിനെ മുഴുവനായിട്ട് അബ്ഡോമിനോ പെൽവിക് ക്യാവിറ്റി എന്ന് പറയുന്നു. അബ്ഡോമിനൽ ക്യാവിറ്റി വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ബ്ലൂ കളറിൽ കാണപ്പെടുന്ന അബ്ഡോമിനൽ ക്യാവിറ്റിയും ഈ ഗ്രീൻ കളറിൽ കാണപ്പെടുന്ന എന്താണ്? പെൽവിക് ക്യാവിറ്റിയുമാണ്. എന്താണിത്? പെൽവിക് ക്യാവിറ്റിയുമാണ്. ക്ലിയർ അല്ലേ? ഇപ്പോൾ തൊറാസിക് ക്യാവിറ്റി, അബ്ഡോമിനൽ ക്യാവിറ്റി ആൻഡ് പെൽവിക് ക്യാവിറ്റി. തൊറാസിക് ക്യാവിറ്റിക്കകത്ത് രണ്ട് സ്പേസ് ഉണ്ട്. ഒന്ന് ഹാർട്ട് സ്ഥിതി ചെയ്യുന്ന ക്യാവിറ്റിയും മറ്റൊന്ന് ലങ്സ് സ്ഥിതി ചെയ്യുന്ന ക്യാവിറ്റിയും. അതൊന്ന് പ്ലൂറൽ ക്യാവിറ്റിയും മറ്റൊന്ന് പെരികാർഡിയൽ ക്യാവിറ്റിയുമാണ് കേട്ടോ. ഇപ്പോൾ ടൈപ്സ് ഓഫ് ബോഡി ക്യാവിറ്റീസിൻ്റെ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ കേട്ടോ. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇതിലെ ഡോർസൽ ബോഡി ക്യാവിറ്റി, ക്രേനിയൽ ഏതൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ടേ. ദെൻ നമ്മൾ ക്യാവിറ്റീസ് ഏതൊക്കെയാണെന്ന് മനസ്സിലല്ലോ ആയല്ലോ. ദെൻ ടൈപ്സ് ഓഫ് മെംബ്രെയിൻസ് ലൈൻസ് ബോഡി ക്യാവിറ്റി. നമ്മുടെ ഈ ബോഡി ക്യാവിറ്റീസിനെ കവർ ചെയ്ത് മെംബ്രെയിൻ ഉണ്ട്. എന്തുണ്ട്? മെംബ്രെയിൻ ഉണ്ട്. അതിലൊന്ന് ഏതാണ്? സിറസ് മെംബ്രെയിൻ ആണ്. എന്താണ്? സിറസ് മെംബ്രെയിൻ. സിറസ് മെംബ്രെയിനെ സിറോസ എന്നും വിളിക്കും. എന്തെന്ന് വിളിക്കും? സിറോസ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ സിറോസ. അപ്പം ഡെഫിനിഷൻ എന്താണ്? സിറസ് മെംബ്രെയിൻ്റെ ഡെഫിനിഷൻ എന്താണ്? തിൻ ഡബിൾ ലെയർഡ് എപ്പിത്തീലിയൽ മെംബ്രെയിൻസ്. എന്താണ്? എങ്ങനെയുള്ള മെംബ്രെയിൻസ് ആണ്? ഡബിൾ ലെയർഡ് എപ്പിത്തീലിയൽ മെംബ്രെയിൻസ് കമ്പോസ്ഡ് ഓഫ് മീസോത്തീലിയം,
വാട്ട് ഈസ് മീസോത്തീലിയം? എ ടൈപ്പ് ഓഫ് സിമ്പിൾ സ്ക്വയമസ് എപ്പിത്തീലിയം. നിങ്ങളിത് ടിഷ്യൂവിൻ്റെ ടോപ്പിക്കിൽ പഠിക്കും കേട്ടോ. ഇത് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് ടിഷ്യൂവിൻ്റെ ടോപ്പിക്കിൽ പഠിക്കും. സപ്പോർട്ടഡ് ബൈ കണക്റ്റീവ് ടിഷ്യൂ. എന്താണ് അതൊന്ന് ആ ടിഷ്യൂവിൻ്റെ ടോപ്പിക്ക് ഞാൻ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് എടുത്ത് നോക്കിയാൽ അത് മനസ്സിലാകും. അപ്പോൾ സപ്പോർട്ടഡ് ബൈ കണക്റ്റീവ് ടിഷ്യൂ എന്തൊക്കെയാണ്? തിൻ ഡബിൾ ലെയർഡ് എപ്പിത്തീലിയൽ മെംബ്രെയിൻ കമ്പോസ്ഡ് ഓഫ് മീസോത്തീലിയം സപ്പോർട്ടഡ് ബൈ കണക്റ്റീവ് ടിഷ്യൂ. ഇതിനെ സപ്പോർട്ട് ചെയ്ത് എന്തുണ്ട്? കണക്റ്റീവ് ടിഷ്യൂം ഉണ്ട്. ദേ ലൈൻ ക്ലോസ്ഡ് ബോഡി ക്യാവിറ്റീസ്. ഇതെന്താണ്? പേപ്പർ ഷീറ്റ് പോലെ കാണപ്പെടും കേട്ടോ. ഇത് എന്തിനെ കവർ ചെയ്ത് കാണപ്പെടുന്നു? ബോഡി ക്യാവിറ്റീസിനെ ലൈൻ ചെയ്ത് ക്ലോസ് ചെയ്ത് കിടക്കുന്നു. ദോസ് നോട്ട് ഓപ്പൺ ടു ദ ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റ്. ഇത് ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റിലല്ല കാണുന്നത്. സിറസ് മെംബ്രെയിൻ എന്താണ്? ബോഡിയുടെ ഇൻറ്റേർണൽ പാർട്ടിലാണ് കാണപ്പെടുന്നത് കേട്ടോ. നമ്മുടെ ബോഡിയുടെ ഇൻറ്റേർണൽ പാർട്ടിൽ, ഔട്ട്സൈഡുമായിട്ട് അതിന് കണക്ഷൻ ഇല്ല. ഔട്ട്സൈഡ് ബോഡിയുമായിട്ട് സിറോസ് മെംബ്രെയിനൊന്നും എന്തില്ല, കണക്ഷൻ ഇല്ല. ഇത് ഇൻസൈഡ്, ബോഡി ഇൻസൈഡിൽ കാണപ്പെടുന്ന മെംബ്രെയിനാണ് കേട്ടോ, സിറോസ മെംബ്രെയിൻ. അപ്പോൾ ഈ സിറസ് മെംബ്രെയിൻ സെക്രീറ്റ് സിറസ് ഫ്ലൂയിഡ്. ഇവിടെ ഏത് ഫ്ലൂയിഡാണ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത്? സിറസ് ഫ്ലൂയിഡ് ഇത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. എ തിൻ സ്ലിപ്പറി ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ്. എങ്ങനെയുള്ളതാണത്? സ്ലിപ്പറി ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ് ഇൻ ടു ദ സ്പേസ് ബിറ്റ്വീൻ ദെയർ ലെയേഴ്സ്. അപ്പോൾ ബിറ്റ്വീൻ ദെയർ ലെയേഴ്സ് എന്താണെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കിയിട്ട് വീണ്ടും ഇതിലോട്ട് വരാം. നമ്മളിപ്പം മെംബ്രെയിൻസിനെ പറ്റിയല്ലേ പഠിക്കുന്നത്. അപ്പം എന്താണ്? നമ്മുടെ ഇൻറ്റേർണൽ ക്യാവിറ്റീസിനെ, ബോഡി ക്യാവിറ്റീസിനെ കവർ ചെയ്ത് എന്തുണ്ട്? മെംബ്രെയിൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഓർഗൻസിനെ, അതിനുള്ളിൽ കാണപ്പെടുന്ന ഓർഗൻസിനെ കവർ ചെയ്തും എന്തുണ്ട്? മെംബ്രെയിൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ മറ്റൊരു മെംബ്രെയിനാണ് എന്താ? പെറൈറ്റൽ ലെയർ. എന്താണ്? ഏത് ലെയറാണ് ഈ പറയുന്നത്? പെറൈറ്റൽ ലെയർ. പെറൈറ്റൽ ലെയർ എന്ന് വെച്ചാൽ എന്താണ്? പെറൈറ്റൽ ലെയർ എന്ന് വെച്ചാൽ ലൈൻസ് ദ വോൾസ് ഓഫ് ദ ബോഡി ക്യാവിറ്റി. ഈ ലെയർ എന്ന് പറഞ്ഞാൽ, ഈ മെംബ്രെയിൻ ലെയർ എന്താണ്? ബോഡിയുടെ ക്യാവിറ്റീസിൻ്റെ വോൾസിനെ കവർ ചെയ്ത് കിടക്കുന്നു. ക്യാവിറ്റിയുടെ വോൾസിനെ കവർ ചെയ്ത് കിടക്കുന്നു. അപ്പം അത് നിങ്ങൾക്ക് തെറ്റിപ്പോകാതിരിക്കാൻ ഞാൻ ഒന്നും കൂടെ വിശദമായിട്ട് അത് പറഞ്ഞു തരാം. ഇപ്പം ഇതിൽ ലെയറുകൾ നോക്കിക്കേ. ലെയറുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇപ്പം നമ്മളുടെ ഈ കാണപ്പെടുന്ന ഇപ്പോൾ ഒരു ഓർഗൻ അല്ലേ, ഇപ്പോൾ ഈ ഓരോ ഓർഗൻസിനുള്ളിൽ ഈ ക്യാവിറ്റി ഉണ്ട്. തൊറാസിക് ക്യാവിറ്റിക്കുള്ളിൽ കാണപ്പെടുന്ന ഓർഗൻസാണ് ഈ കാണുന്നത് അല്ലേ. അപ്പോൾ ഈ തൊറാസിക് റീജിയണിൽ, തൊറാസിക് ക്യാവിറ്റിക്കുള്ളിൽ, പ്ലൂറൽ ക്യാവിറ്റിക്കുള്ളിൽ ഏത് ഓർഗനാണ് കാണപ്പെടുന്നത്? ലങ്സ് കാണപ്പെടുന്നത് അല്ലേ. എന്ത് കാണപ്പെടുന്നു? ലങ്സ് കാണപ്പെടുന്നു. അപ്പോൾ ഈ ലങ്സിനെ ഈ ഒരു വോള് കണ്ട്, ഈ നമ്മളുടെ ഈ ഇൻ്റർകോസ്റ്റ് മസിൽസും ഈ റിബ്സും ഇതിനെ കവർ ചെയ്ത് എന്തുണ്ട്? ക്യാവിറ്റി ഉണ്ട്, ബോൺ ക്യാവിറ്റി ഉണ്ട് അല്ലേ, ബോൺ ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ കാണപ്പെടുന്ന ആ ഒരു വോളിനോട് ചേർന്ന് കാണപ്പെടുന്ന ആ ലെയറാണ് എന്താ? പെറൈറ്റൽ ലെയർ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? പെറൈറ്റൽ ലെയർ എന്ന് പറയുന്നത്. പെറൈറ്റൽ ദ ലാറ്റിൻ വേർഡാണ്, മീൻസ് വോൾ. എന്താണ്? വോൾ, ഭിത്തി. അപ്പം എന്താണ്? പെറൈറ്റൽ ലെയർ എന്ന് പറയുമ്പോൾ എവിടെ കാണപ്പെടുന്നതാണ്? അത് നമ്മളുടെ ബോഡിയുടെ ക്യാവിറ്റിയോട് ചേർന്ന് കിടക്കുന്ന ലെയറാണ് എന്ത്? പെറൈറ്റൽ ലെയർ എന്ന് പറയുന്നത്. വിസറൽ ലെയർ ഉണ്ട്. വിസറൽ ലെയർ എന്ന് പറയുമ്പം ഓർഗനെ കവർ ചെയ്ത് കിടക്കുന്ന ലെയർ. എന്താണ്? നമ്മളുടെ ലങ്സിനെ കവർ ചെയ്ത് കിടക്കുന്ന ലെയർ. അത് വിസറ മീൻസ് ഓർഗൻ. വിസറ എന്താണ്? ഓർഗൻ. അപ്പം വിസറൽ ലെയർ എന്ന് പറഞ്ഞാലേ ഓർത്തോണം, ഓർഗനെ കവർ ചെയ്ത് കിടക്കുന്ന ലെയറാണ് വിസറൽ ലെയർ. ക്ലിയർ? അപ്പോൾ അവിടെ സംശയമില്ലല്ലോ. എന്താണ് പറഞ്ഞത്? നമ്മളുടെ ബോഡി ക്യാവിറ്റീസിനെ ലൈൻ ചെയ്ത് കിടക്കുന്ന ലെയർ ഏതാണ്? പെറൈറ്റൽ ലെയർ. പെറൈറ്റൽ മീൻസ് ലാറ്റിൻ വേർഡാണ്, മീൻസ് എന്താ പറഞ്ഞത്? വോൾ. അപ്പം എന്താണ്? പെറൈറ്റൽ ലെയർ എന്ന് പറയുമ്പോൾ ഓർത്തോണം, അത് ബോഡിയുടെ നമ്മളുടെ ബോഡി ക്യാവിറ്റിയുടെ വോളിനോട് ചേർന്ന് കിടക്കുന്ന ലെയറാണ്. വിസറൽ ലെയർ എന്ന് പറയുമ്പോൾ ഓർഗനെ കവർ ചെയ്ത് കിടക്കുന്ന ലെയറാണ് വിസറൽ ലെയർ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ ഇതിന് രണ്ടിനിടയിലും എന്തുണ്ട്? സ്പേസ് ഉണ്ട്. അതായത് ഈ പെറൈറ്റൽ ലെയറിൻ്റെ ഇടയിലും ഈ പറയുന്ന വിസറൽ ലെയറിൻ്റെ ഇടയിലുമുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ, അതെന്താണ്? സിറസ് മെംബ്രെയിനാണ്. എന്താണ്? സിറസ് മെംബ്രെയിനാണ്. അതിനുള്ളിൽ എന്തുണ്ട്? സിറസ് ഫ്ലൂയിഡ് ഉണ്ട്. എന്തുണ്ട്? സിറസ് ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ എന്താണ്? നമ്മളുടെ പെറൈറ്റൽ മെംബ്രെയിൻ്റെയും വിസറൽ മെംബ്രെയിൻ്റെയും ഇടയിൽ കാണപ്പെടുന്ന സ്പേസ് സിറോസ മെംബ്രെയിനാണ്.
അത് ഡബിൾ ലെയർഡ് തിൻ മെംബ്രെയിൻ ആണ്. അതിനുള്ളിൽ ആ ലെയറിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു? സിറോസ ഫ്ലൂയിഡ് കാണപ്പെടുന്നു. എന്ത് കാണപ്പെടുന്നു? ഫ്ലൂയിഡ് കാണപ്പെടുന്നു. അതിങ്ങനെ ഓർഗൻസിനൊക്കെ എന്ത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു? കുഷ്യൻ പോലെയാണ്. അതായത് ഇപ്പം നമ്മുടെ ലങ്സ് ആണെന്നുണ്ടെങ്കിൽ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുമ്പോഴത്തേക്കാണല്ലോ നമ്മളുടെ ലങ്സിൽ റെസ്പിറേഷൻ നടക്കുന്നത്. അതുപോലെ ഹാർട്ട് ബീറ്റ് ചെയ്തില്ലേ? അപ്പോൾ ഹാർട്ട് എന്ത് ചെയ്യുക? ചുരുങ്ങുക, റിലാക്സ് ചെയ്യുക. അപ്പോൾ എന്താണ് അതിനുള്ളിൽ ഹാർട്ടിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഈ സ്മൂത്തായിട്ട് അതിൻ്റെ വർക്ക് ഫങ്ഷനിങ് ചെയ്യുക എന്നുള്ള ഫങ്ഷനാണ് സിറോസ മെംബ്രെയിൻ ഉള്ളത്. കാരണം ഇറ്റ്സ് എ തിൻ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആൻഡ് അതിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഫ്ലൂയിഡ് ഉണ്ട്. എന്തുണ്ട്? സിറസ് ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് ഇതിനൊരു കുഷ്യൻ പോലെ ഒരു ഇതാണ്. ഓർഗൻസിന് വികസിക്കുമ്പോൾ എന്താണ്? അത് ഒരു കുഷ്യൻ പോലെ പ്രവർത്തിക്കും അവിടെ കേട്ടോ. അപ്പോൾ സിറസ് മെംബ്രെയിൻ എന്താണെന്നും പെറൈറ്റൽ മെംബ്രെയിൻ എന്താണെന്നും വിസറൽ മെംബ്രെയിൻ എന്താണെന്നും ക്ലിയർ ആയല്ലോ. അത് തെറ്റിപ്പോരല്ലോ. വിസറ മീൻസ് ഓർഗൻ, പെറൈറ്റൽ മീൻസ് വോൾ. അപ്പം വോളിനോട് ചേർന്ന് കിടക്കുന്നത് പെറൈറ്റൽ ലെയറും ഓർഗനോട് ചേർന്ന് കിടക്കുന്ന ലെയർ, ഓർഗനെ കവർ ചെയ്ത് കിടക്കുന്ന ലെയർ ഏതാണ്? വിസറൽ ലെയറും. ഇതിന് രണ്ടിൻ്റെ ഇടയിലെ സ്പേസ് എന്താണ്? സിറോസ ലെയറാണ്, സിറോസ മെംബ്രെയിനാണ്. അതിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു? സിറസ് ഫ്ലൂയിഡ് കാണപ്പെടുന്നു. അപ്പോൾ ഇനി ഈ ലെയറുകൾ നമുക്കൊന്ന് വായിക്കാം. ലെയേഴ്സ് ഏതൊക്കെയാണ്? പെറൈറ്റൽ ലെയർ ലൈൻസ് ദ വോൾ ഓഫ് ദ ബോഡി ക്യാവിറ്റി. എന്താണ്? ലൈൻസ് ദ വോൾ ഓഫ് ദ ബോഡി ക്യാവിറ്റി. ബോഡി ക്യാവിറ്റി കവർ ചെയ്ത് കിടക്കുന്ന ലെയറാണ് പെറൈറ്റൽ ലെയർ. വിസറൽ ലെയർ എന്ന് പറയും കവർ ദ ഔട്ടർ സർഫസ് ഓഫ് ദ ഓർഗൻസ്. ഓർഗൻസിൻ്റെ വെളിയിൽ കവർ ചെയ്ത് കിടക്കുന്ന വിസറ മീൻസ് ഓർഗൻസ്. വിസറ മീൻസ് ഓർഗൻ. ആ ഓർഗനെ കവർ ചെയ്ത് കിടക്കുന്ന മെംബ്രെയിനാണ് വിസറൽ ലെയർ എന്ന് പറയുന്നത്. ദെൻ സിറസ് ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സിറസ് ക്യാവിറ്റി. ഈ രണ്ട് ലെയറുകൾക്കിടയിലും എന്തുണ്ട്? സ്പേസ് ഉണ്ട്. ആ സ്പേസിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു? ഫ്ലൂയിഡ് കാണപ്പെടുന്നു. എന്ത് കാണപ്പെടുന്നു? ഫ്ലൂയിഡ്. ദ പൊട്ടൻഷ്യൽ സ്പേസ് ബിറ്റ്വീൻ ദ പെറൈറ്റൽ ആൻഡ് വിസറൽ ലെയേഴ്സ് കണ്ടെയ്നിങ് ദ സിറസ് ഫ്ലൂയിഡ്. അതിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു? സിറസ് ഫ്ലൂയിഡ് കാണപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്താണ്? റെഡ്യൂസ് ഫ്രിക്ഷൻ. എന്താണ് ഒരു ഫംഗ്ഷൻ അതിൻ്റെ? റെഡ്യൂസ് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നത്. ദ സിറസ് ഫ്ലൂയിഡ് ആക്ട് ആസ് എ ലൂബ്രിക്കൻറ്റ്. ഇവിടെ സിറസ് ഫ്ലൂയിഡ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ആസ് എ ലൂബ്രിക്കൻറ്റ് അലൗവിങ് ഓർഗൻസ് ടു സ്ലൈഡ് സ്മൂത്ത്ലി എഗെയിൻസ്റ്റ് ഈച്ച് അതർ ആൻഡ് എഗെയിൻസ്റ്റ് ദ ക്യാവിറ്റി വോൾസ് ഡ്യൂറിങ് മൂവ്മെൻറ്റ്. അത് മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിനെ മൂവ് ചെയ്യാൻ ഈസിലി സ്മൂത്തായിട്ട് മൂവ് ചെയ്യാൻ സഹായിക്കുന്നു. ഇപ്പോൾ ഹാർട്ട് ബീറ്റിംഗ്, അതിന് എക്സാമ്പിൾ പറയുമെങ്കിൽ ലങ്സ് ഇൻഫ്ലേറ്റിംഗ്, ഇൻറ്റസ്റ്റൈൻ മൂവിങ്. അപ്പോൾ ഇതിൻ്റെ ഈ ഡെയിലി ഓർഗൻ എന്താണ്? ഈ സിറസ് എൻ്റെ ഫങ്ഷൻ എന്താണ്? സിറസ് ക്യാവിറ്റിയുടെ ഫങ്ഷൻ എന്താണ്? ഇത് സ്മൂത്ത് ഫങ്ഷനിങ്ങിന് ഇതിന് സഹായിക്കുന്നു. ദിസ് പ്രിവെൻറ്റ് ഇറിറ്റേഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ. അതുകൊണ്ട് ഇത് എന്ത് ചെയ്യുന്നു? ഇറിറ്റേഷനും ഇൻഫ്ലമേഷനും ഒക്കെ അവിടെ പ്രിവെൻറ്റ് ചെയ്യുന്നു. കുഷ്യനിങ്. എന്താണ്? കുഷ്യനിങ് പ്രൊവൈഡ്സ് എ പ്രൊട്ടക്റ്റീവ് കുഷ്യൻ ഫോർ ദ ഓർഗൻസ്. ഈ സിറസ് ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? ഒരു കുഷ്യൻ പോലെ പ്രവർത്തിക്കുന്നു അല്ലേ? ഓർഗൻസിനെയൊക്കെ ഒരു കുഷ്യൻ പോലെ വെക്കുന്നു. അതായത് സോഫ്റ്റ് ആക്കി വെക്കുന്നു. അതിന് എന്താ പറയുക? ഹാർഡല്ല, അവിടെ എന്താണ്? സോഫ്റ്റ് കുഷ്യനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. സപ്പോർട്ട് ആൻഡ് കമ്പാർട്ട്മെൻ്റലൈസേഷൻ ഹെൽപ്സ് ടു ഹോൾഡ് ഓർഗൻസ്. എന്താണ്? ഓർഗനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ സഹായിക്കുന്നു. ഇൻ പ്ലേസ്, ആ സ്ഥലത്ത് തന്നെ ഓർഗനെ പ്ലേസ് ചെയ്ത് വെക്കാൻ സഹായിക്കുന്നു. ക്രിയേറ്റ് സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റ് വിത്തിൻ ദ ബോഡി. അപ്പോൾ ഈ ബോഡിക്കുള്ളിൽ തന്നെ ഈ ഒരു എന്താണ് ലെയേഴ്സ് പ്രത്യേക കമ്പാർട്ട്മെൻറ്റ്, ക്യാവിറ്റി കമ്പാർട്ട്മെൻറ്റ് വെക്കാൻ സഹായിക്കുന്നു കേട്ടോ. ബോഡി എന്താ പറഞ്ഞാൽ? ക്രിയേറ്റ് സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റ് വിത്തിൻ ദ ബോഡി. ദെൻ സ്പെസിഫിക് സിറസ് മെംബ്രെയിൻസ് ഏതൊക്കെയാണ്? സ്പെസിഫിക് സിറസ് മെംബ്രെയിൻസ് പറയുന്നത് ഏതൊക്കെയാണ്? പ്ലൂറ. ഫസ്റ്റ് വൺ എന്താണ്? പ്ലൂറ. ലൊക്കേഷൻ എവിടെയാണ് പ്ലൂറയുടെ? നമ്മൾ കണ്ടല്ലേ, തൊറാസിക് ക്യാവിറ്റി സറൗണ്ടിങ് ദ ലങ്സ്. പ്ലൂറൽ അത് നമ്മൾ പഠിച്ചിട്ടില്ലേ? ദ ലങ്സ് ഈസ് കവേർഡ് ബൈ എ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ കോൾഡ് പ്ലൂറ. അപ്പം പ്ലൂറ എവിടെയാണ് കാണപ്പെടുന്നത്? ഇൻ ദ തൊറാസിക് ക്യാവിറ്റി. എന്തിനെ കവർ ചെയ്ത് കിടക്കുന്നു? ലങ്സിനെ കവർ ചെയ്ത് കിടക്കുന്നു. ഇനി ഇവിടെ പെറൈറ്റൽ പ്ലൂറ ലെയർ ഉണ്ട്. എന്തുണ്ട്? പെറൈറ്റൽ പ്ലൂറ ലൈൻസ് ദ തൊറാസിക് ക്യാവിറ്റി വോൾ. എന്തിനെ ലൈൻസ് ചെയ്ത് കിടക്കുന്നു? തൊറാസിക് ക്യാവിറ്റി വോളിനെ. പെറൈറ്റൽ മീൻസ് വോൾ എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഇത് ലൈൻസ് തൊറാസിക് ക്യാവിറ്റി വോൾ. ദെൻ വിസറൽ പ്ലൂറ എന്താണ്? കവേഴ്സ് ദ സർഫസ് ഓഫ് ദ ലങ്സ്. ലങ്സിൻ്റെ സർഫസിനെ, ഔട്ടർ സർഫസിനെ, അതായത് ഓർഗൻ്റെ ഔട്ടർ സർഫസിനെ കവർ ചെയ്ത് കിടക്കുന്നതാണ് വിസറൽ പ്ലൂറ. ദെൻ പ്ലൂറൽ ക്യാവിറ്റി എന്താണ്? പ്ലൂറൽ ക്യാവിറ്റി ദ സ്പേസ് ബിറ്റ്വീൻ ദ പ്ലൂറൽ ലെയർ. എന്താണ്? പ്ലൂറൽ ലെയേഴ്സിൻ്റെ ഇടയിലുള്ള ക്യാവിറ്റിയാണ്. ഈ ലെയറിൻ്റെ ഇടയിലുള്ള ക്യാവിറ്റിയാണ് എന്താ? പ്ലൂറൽ ക്യാവിറ്റി. ദെൻ അവിടെ തന്നെ എന്തുണ്ട്? പെരികാർഡിയൽ ക്യാവിറ്റി ഉണ്ട്. എന്തുണ്ട്? പെരികാർഡിയൽ ക്യാവിറ്റി ഉണ്ട്. ലൊക്കേഷൻ എന്താണ്?
തൊറാസിക് ക്യാവിറ്റി, പെരികാർഡിയൽ ക്യാവിറ്റിയുടെ ലൊക്കേഷൻ വരുന്നത് തൊറാസിക് ക്യാവിറ്റി സറൗണ്ടിങ് ദ ഹാർട്ട്. ഇത് എന്തിനെ സറൗണ്ട് ചെയ്ത് കിടക്കുന്നു? ഹാർട്ടിനെ സറൗണ്ട് ചെയ്ത് കിടക്കുന്നു. ദെൻ പെറൈറ്റൽ പെരികാർഡിയം എന്താണ്? ഫോംസ് ദ ഔട്ടർ സാക്ക് അറൗണ്ട് ദ ഹാർട്ട്. ഹാർട്ടിനെ കവർ ചെയ്ത് കിടക്കുന്ന ഔട്ടർ സാക്കാണ് എന്താ? പെറൈറ്റൽ പെരികാർഡിയം എന്ന് പറയുന്നത്. പെരി മീൻസ് അറൗണ്ട്, കാർഡിയം മീൻസ് ഹാർട്ടാണ് കേട്ടോ. അപ്പം അവിടെയുമുണ്ട് ഹാർട്ട് ഈസ് കവേർഡ് ബൈ, അല്ലെ ഹാർട്ടിനെ കവർ ചെയ്ത് കാണുന്ന സാക്ക്. അതെന്താണ്? ആ സാക്കിനുള്ളിലാണ് എന്ത് കാണപ്പെടുന്നത്? ഹാർട്ട് കാണപ്പെടുന്നത്. ആ സാക്കാണ് എന്താ? പെറൈറ്റൽ പെരികാർഡിയം. എന്താണ്? പെറൈറ്റൽ പെരികാർഡിയം ഫോംസ് ദ ഔട്ടർ സാക്ക് അറൗണ്ട് ദ ഹാർട്ട്. ദെൻ വിസറൽ പെരികാർഡിയം, എപ്പികാർഡിയം. വിസറൽ പെരികാർഡിയം എന്ന് പറയുമ്പോൾ ഡയറക്ട്ലി കവേഴ്സ് ദ സർഫസ് ഓഫ് ദ ഹാർട്ട്. അത് ആരെയാണ് കവർ ചെയ്ത് കിടക്കുന്നത്? ഹാർട്ടിനെ കവർ ചെയ്ത് കിടക്കും ഡയറക്റ്റ്ലി. അത് ഹാർട്ടിൻ്റെ ഡയറക്റ്റ്. അതിനിടയിൽ എന്തുണ്ട്? ഈ പെരികാർഡിയൽ ക്യാവിറ്റിക്കും വിസറൽ ക്യാവിറ്റിക്കും ഇടയിൽ എന്തുണ്ട്? പെറൈറ്റൽ പെരികാർഡിയൽ ലെയറിനും വിസറൽ പെരികാർഡിയൽ ലെയറിനും ഇടയിലുള്ള സ്പേസാണ് പെരികാർഡിയൽ ക്യാവിറ്റി വരുന്നത് കേട്ടോ. ദ സ്പേസ് ബിറ്റ്വീൻ ദ പെരികാർഡിയൽ ലെയേഴ്സ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുതേ. അത് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് എന്താ? നമ്മൾ ഈ തൊറാസിക് ക്യാവിറ്റിക്കുള്ളിൽ രണ്ട് എന്തുണ്ട്? ലെയേഴ്സ് ഉണ്ട്. ഒന്ന് പ്ലൂറൽ ക്യാവിറ്റി ഉണ്ട്, ഒന്ന് പെരികാർഡിയൽ ക്യാവിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ഇതിനെ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന ഈ ലെയറുകളാണ്. എന്താണ്? ഈ ലെയേഴ്സാണ്, ഈ മെംബ്രെയിൻ ലെയേഴ്സാണ്. അപ്പം ഈ നമ്മൾ പെറൈറ്റൽ ലെയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ വോളിനോട് ചേർന്ന് കിടക്കുന്ന ലെയറാണ് പെറൈറ്റൽ ലെയർ. പിന്നെ അതിനുള്ളിൽ എന്തുണ്ട്? ഓർഗൻ ഉണ്ട്, ലങ്സ് ഉണ്ട്. ആ ലങ്സിനോട് ചേർന്ന് കിടക്കുന്ന ലെയർ ഏതാണ്? വിസറൽ മെംബ്രെയിൻ, വിസറൽ ലെയർ എന്ന് പറയും. അപ്പം ഇതിന് രണ്ടിൻ്റെയും ഇടയിൽ എന്തുണ്ട്? ഒരു ക്യാവിറ്റി സ്പേസ് ഉണ്ട്. അവിടെ എന്താണ്? സിറസ് ഫ്ലൂയിഡ് കാണപ്പെടുന്നു. അങ്ങനെ ഓരോ ഓർഗനും, ഇപ്പോൾ പെരികാർഡിയൽ ക്യാവിറ്റി എടുത്താലും ഈ സെയിം ആണ് അവിടെയും കാണപ്പെടുന്നത്. ഇപ്പോൾ അബ്ഡോമിനോ പെൽവിക് ക്യാവിറ്റി എടുത്താലും ഓരോ ഓർഗൻസിൻ്റെയും ഇടയിൽ ഇങ്ങനെ ഓരോ ഓർഗൻസിനെ കവർ ചെയ്ത് എന്തുകൊണ്ട്? ഇങ്ങനെ ലെയറുകളുണ്ടെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഓരോ ഓർഗൻസിനെയും കവർ ചെയ്ത് ആ ഓർഗൻസ് ഇരിക്കുന്ന ആ ഒരു സ്പേസിനെ സെപ്പറേറ്റ് ചെയ്ത് ഓരോ ഓർഗൻസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് നിർത്തണ്ടേ. ഇപ്പം അതിന് എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഈ അബ്ഡോമിനൽ ക്യാവിറ്റിക്കുള്ളിൽ തന്നെ എന്തൊക്കെയുണ്ട്? സ്റ്റൊമക്ക് ഉണ്ട്, ലിവറുണ്ട്, ഇൻറ്റസ്റ്റൈൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തണ്ടേ ഈ ഓരോ ഓർഗൻസിനെ. അപ്പോൾ ഈ ഓരോ ഓർഗൻസിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അതിനെ കവർ ചെയ്ത് എന്തുണ്ട്? ഒരു ലെയറുകളുണ്ട്. എന്തുണ്ട്? ലെയറുകളുണ്ട് കേട്ടോ. മെംബ്രെയിൻ ലെയറുകളുണ്ട് കേട്ടോ. ഡബിൾ ലെയർഡ് തിൻ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ലെയറുകളാണ്. ആ ലെയറുകളാണ് ഇതിനെ എല്ലാത്തിനും എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ പെരിറ്റോണിയൽ ലെയർ ആണ്. ഇതെന്താണ്? പെരിറ്റോണിയൽ ക്യാവിറ്റി. ഈ പെരിറ്റോണിയത്തിനെ കവർ ചെയ്ത് വോളിനോട് ചേർന്ന് കിടക്കുന്ന എന്താണ്? പെറൈറ്റൽ പെരിറ്റോണിയൽ ലെയറും ഓർഗനോട് ചേർന്ന് കിടക്കുന്നത് എന്തായിരിക്കും? വിസറൽ പെരിറ്റോണിയൽ ലെയറുമായിരിക്കും കിടക്കുന്നത് കേട്ടോ. അതാണ് അതിൻ്റെ സെപ്പറേഷൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എന്തിനെ പറ്റിയാണ് പഠിച്ചത്? ബോഡി ക്യാവിറ്റീസ് ആൻഡ് മെംബ്രെയിൻസ്. എന്താണ്? നമ്മുടെ മനുഷ്യ ശരീരത്തിനുള്ളിലെ ക്യാവിറ്റീസിനെയും അറകളെയും മെംബ്രെയിൻസിനെയും ആ അറകളെ കവർ ചെയ്ത് കിടക്കുന്ന മെംബ്രെയിൻസിനെ പറ്റിയാണ് പഠിച്ചത്. അപ്പം ബോഡി ക്യാവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ ബോഡി ഇൻറ്റേർണൽ സ്പേസ് വിത്തിൻ ദ ബോഡി, അല്ലേ? നമ്മുടെ ബോഡിക്കുള്ളിലെ സ്പേസ്, ഇൻറ്റേർണൽ സ്പേസ്, അവിടെ എന്ത് കാണപ്പെടുന്നു? ഇൻറ്റേർണൽ ഓർഗൻസ് കാണപ്പെടുന്നു. പിന്നെ ആ അതിനുള്ളിൽ എന്ത്? മെംബ്രെയിൻ ലൈൻ ചെയ്ത് കിടക്കുന്നു, കവർ ചെയ്ത് കിടക്കുന്നു. അതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുത്തത്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഏത് സ്പേസിലെ കാര്യമാണോ പറയുന്നത്, ഇപ്പം നമ്മൾ ലെയേഴ്സിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇപ്പം ലങ്സിൻ്റെ റീജിയണിലാണെങ്കിൽ ലങ്സിൻ്റെ റീജിയൻ ആണെങ്കിൽ പ്ലൂറൽ ലെയർ എന്നും, ഹാർട്ടിൻ്റെ റീജിയൻ ആണെങ്കിൽ പെരികാർഡിയൽ ലെയർ എന്നും, അബ്ഡോമിനൽ റീജിയൻ ആണെങ്കിൽ പെരിറ്റോണിയൽ ലെയർ എന്നും, പെറൈറ്റൽ പെരിറ്റോണിയം എന്നും ഒക്കെയാണ് വേർഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഓൾ ദി ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ട് മനസ്സിലായെങ്കിൽ, ഈ ക്ലാസ് മനസ്സിലായെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.